ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളൊരു യാത്ര പോവുകയാണെന്ന്. എവിടേക്കാണ് പോകണമെന്ന് ഞാൻ പറയാം. കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു യാത്രയാണ്. നമ്മുടെ വണ്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഗുരുവായൂരിൽ വണ്ടിയൊക്കെ എടുത്തു. ഇപ്പം നല്ല കാലാവസ്ഥയാണ്. നമ്മൾ പോണ വഴിയിലും തടസ്സങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. നമ്മളിത് വണ്ടിയൊക്കെ എടുത്ത് കുറച്ച് ദൂരം ഇങ്ങോട്ട് പോന്നു കേട്ടോ. കുറച്ച് ദൂരം പോകാനുണ്ട്. അപ്പോൾ മോള് പറയണേ എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ കഴിച്ചിട്ട് പോകാമായിരുന്നു എന്ന്. അപ്പം നമ്മൾ പോണ വഴിക്ക് ഇത് നമ്മുടെ കോമളയുടെ ബേക്കറി കണ്ടു. അപ്പോൾ നമ്മളവിടെ നിർത്തി കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുത്തെ ചേച്ചി ഇങ്ങനെ വിശേഷങ്ങൾ ചോദിക്കുക എങ്ങോട്ടാണ് പോണേന്നൊക്കെ. മോളിത് ഇങ്ങനെ കേക്കൊക്കെ കണ്ടിട്ട് അവിടെ അന്തം വിട്ട് കുന്തം വീങ്ങിയ പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആൾ കേക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഏതെങ്കിലും ഒരു കേക്ക് വാങ്ങിക്കാതെ അവൾക്ക് അവിടുന്ന് പോരാൻ സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടുന്ന് വാങ്ങി, കുറച്ച് സ്നാക്സൊക്കെ കുറച്ച് ദൂരം പോകാനുള്ളതല്ലേ. അപ്പോൾ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കഴിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ഇറങ്ങി. വീണ്ടും നമ്മളിങ്ങനെ പോണു. നമ്മുടെ കുതിരാൻ തുരങ്കം വഴിയാണ് പോണത്. ഒരു പ്രത്യേക ഫീലാണ് ആ വഴി പോകുമ്പോൾ. ഇപ്പോൾ പിന്നെ റോഡൊക്കെ പൊളിച്ചിട്ടത് കൊണ്ട് ഭയങ്കര സീനാണ്. എപ്പോഴും ബ്ലോക്ക് കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. ബ്രിഡ്ജിൻ്റെ വർക്കൊക്കെ നടക്കണതാണ്. അല്ലെങ്കിൽ നല്ല റോഡായിരുന്നു. ഇടയ്ക്ക് കുറച്ച് മഴയൊക്കെ പെയ്തു, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഏകദേശം ഒരു ഈവനിങ് ഒക്കെ ആയിട്ടോ. നമ്മളൊരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നിർത്തി. കുറച്ച് നേരം ആയില്ലേ. അപ്പോൾ ഏതാ സ്ഥലം എന്നൊന്നും അറിയില്ല. നമ്മളെന്തായാലും ഒരു കാഫേയുടെ ബോർഡ് കണ്ടപ്പോൾ അവിടെ നിർത്തി. മോളെന്തോ സ്നാക്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മളൊരു കോഫിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളെന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ വാങ്ങിച്ചതെന്ന് ഞാൻ കണ്ടില്ല. കോഫിയൊക്കെ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ ഇരുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ തിരക്കൊന്നുമല്ല, ഒട്ടും നീറ്റ്നെസ് ഉണ്ടായിരുന്നില്ല അവിടെ. അതവിടെ അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര നീറ്റായിട്ട് കണ്ടിട്ട് എനിക്കെന്തോ ഒട്ടും കംഫർട്ടായിട്ട് തോന്നിയില്ല. എന്നാലും കോഫിയൊക്കെ കുടിച്ചു. കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ നിന്നു. നമ്മൾ വീണ്ടും വന്നു. വീണ്ടും പോകുമ്പോൾ ഒരു നല്ല ഭംഗിയുള്ള റോഡ്, നല്ല നമുക്ക് കാണാം ഒരുപാട് കാഴ്ചകൾ. നമ്മൾ കുറേ ദൂരെയൊന്നും യാത്ര പോകണ്ട. നമ്മളുടെ അടുത്ത പരിസരങ്ങളിലൊക്കെ തന്നെ ഉണ്ടാവും നമ്മളുടെ മനസ്സിനെ ഹാപ്പി ആക്കണ ഒരുപാട് സ്ഥലങ്ങൾ. കുറേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള തന്നെ ഒരുപാടുണ്ടാവും. നമ്മളത് എപ്പോഴെങ്കിലുമൊക്കെ യാത്രകൾ പോകണം. അപ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യുള്ളൂ. വിൻഡ് മില്ല് കണ്ടപ്പോൾ നമ്മളവിടെ നിർത്തിയിട്ട് എനിക്കൊരു പ്രത്യേക ഫീലായിരുന്നു. കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് വീണ്ടും നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. നമ്മൾ പോണത് പഴനിമലയിലേക്കാണ്. പഴനിമല മുരുകനെ കാണാനാണ് നമ്മൾ പോണത്. ഞാനും മോളും 1 ടൈം പോയിട്ടുണ്ട്, പിന്നെ ഇതുവരെ പോയിട്ടില്ല. കാരണം അന്ന് പോയപ്പോൾ എനിക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു മല കയറാൻ. ഇനി പോകാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്തൊക്കെയോ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് നമ്മൾ വീണ്ടും പഴനിമല കയറാൻ പോവുകയാണ്. നമ്മൾ പോണ വഴിയിൽ കാണുന്ന കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് എന്തൊരു റിലാക്സേഷനാണെന്നറിയോ. നമ്മൾ യാത്രകൾ പോകണം. നമ്മൾക്കുള്ള സാഹചര്യങ്ങൾ നാളെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളിരിക്കും. നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും നമ്മൾ ഇടയ്ക്കെങ്കിലും യാത്രയൊക്കെ പോയിട്ട് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആക്കണം. എല്ലാവർക്കും അത് യാത്ര പോകുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, നമുക്കൊരു പോസിറ്റീവ് എനർജിയാണത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ നമ്മളായിട്ട് തന്നെ നമ്മളുടെ സന്തോഷങ്ങൾ കണ്ടെത്തണം. നമ്മൾ ഏകദേശം പഴനിയോട് അടുത്ത് തുടങ്ങി. അവിടെ കുറച്ച് സമയം ഒരു ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമില്ല. ഏകദേശം രാത്രിയൊക്കെ ആയി തുടങ്ങിയിട്ടോ. ഇപ്പോൾ ഒരു ഏകദേശം 6:30-7 മണിയൊക്കെ ആയി തുടങ്ങി. നമ്മൾ പഴനിമലയിൽ വെളിച്ചം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ആ ലൈറ്റ് കണ്ടു തുടങ്ങി. ആ വെളിച്ചം കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. പഴനി മലയിൽ ആ ലൈറ്റ് കാണുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ കാണണേന്ന് പറയില്ലേ. നമ്മുടെ മഞ്ഞുമൽ ബോയ്സിൽ മോഹൻലാലിൻ്റെ നമ്മുടെ സിനിമ ഉണ്ടായിരുന്നല്ലോ, പേര് വിട്ടുപോയി. ആ സിനിമയിലൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ അപകല്യാണി, അതിലൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലുണ്ടല്ലോ, അത് നമ്മൾ ഡയറക്റ്റ് കാണുമ്പോൾ ആ ഒരു ഫീല് നമുക്കത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാതെ പെട്ടെന്നുണ്ടായിട്ടുള്ള ആ ഒരു ഇതിൽ നമ്മൾ വന്നു, നമ്മൾക്കതൊക്കെ കാണാൻ പറ്റുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമല്ലേ. നമ്മൾ ഈ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണം. പാർക്കിങ്ങൊക്കെ കിട്ടി. നമ്മൾ ഏകദേശം വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് മല കയറാൻ വേണ്ടി പോവുകയാണ്. ഫോൺ അലൗഡ് അല്ല മുകളിൽ, അതുകൊണ്ട് നമ്മൾ താഴെ ലോക്കറിലൊക്കെ ഫോൺ വെക്കണം. കുറച്ച് നമ്മൾ മെയിൻ എൻട്രൻസിൽ കൂടെ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മറ്റേ സൈഡിൽ കൂടെ കയറാമെന്ന് പറഞ്ഞു. ഞാൻ മെയിൻ എൻട്രൻസിൽ കൂടെയാണ് അന്ന് വന്നപ്പോൾ കയറിയത്. ഇന്ന് ഇപ്പുറത്തെ എൻട്രൻസിൽ കൂടെയാണ് കയറിയത്. കുഴപ്പമൊന്നുമില്ലാണ്ട് കയറി മുകളിലെത്തി. ഭഗവാന്റെ തങ്കത്തേരിലുള്ള പ്രദക്ഷിണം ചുറ്റും ഉണ്ടായിരുന്നു. നമ്മൾ നല്ല ഭംഗിയായി കണ്ടു തൊഴുതു കേട്ടോ. ഈ ക്ലിപ്പ് എനിക്ക് അവിടെയുള്ള ഒരു ചേട്ടൻ അയച്ചു തന്നതാണ്. ഞാനൊരു ചേട്ടനോട് ചോദിച്ചു, നമ്മളോട് ഫോൺ അലൗഡ് അല്ല എന്ന് പറഞ്ഞപ്പോഴും മുകളിൽ ഇഷ്ടം പോലെ ആൾക്കാരുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ട് തൊഴാൻ പറ്റി. നല്ല തിരക്കും ഉണ്ടായിരുന്നു. നമ്മൾ തൊഴുത് താഴെ ഇറങ്ങി. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നമുക്ക് നല്ല ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു. പ്രസാദമൊക്കെ വാങ്ങി. അവിടുന്ന് ഒരു പ്രസാദം നമ്മൾ വാങ്ങി കഴിച്ചു. പിന്നെ പഞ്ചാമൃതമൊക്കെ നമ്മൾ കൊണ്ടുവരാനുള്ളത് വാങ്ങിയിട്ടുണ്ട്. ഏകദേശം രാത്രി 8-8:30 ആയിട്ടുണ്ട്. താഴെ വന്നു. കുറച്ച് നേരം അവിടെയൊക്കെ നമ്മൾ നടന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്
മോളും അവിടെ കുറച്ച് ഇങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. കാരണം ഒരു പ്രത്യേക വൈബ് നമുക്കറിയാമല്ലോ, നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ആ അമ്പലത്തിൻ്റെ നടയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡ് ഫ്രീ ആവും. അതേപോലെ ഒരു പോസിറ്റീവ് എനർജിയാണ് അത്. നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ മറന്ന് നമുക്ക് കുറച്ച് നേരം റിലാക്സ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇതൊക്കെ. അപ്പോൾ അത് ഒരിക്കലും മിസ്സാക്കരുത്. നമ്മൾക്ക് ചാൻസ് കിട്ടുമ്പോഴൊക്കെ എല്ലാവരും അത് പോകണം. അങ്ങനെ നമ്മൾ പ്രസാദമൊക്കെ വാങ്ങി കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് തിരിച്ചു പോന്നു. തിരിച്ചു പോരുമ്പോൾ നമുക്ക് കട്ട ബ്ലോക്ക് കിട്ടി. കട്ട ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറോളം നമുക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലാറ്റിലേക്ക് തിരിച്ചെത്താൻ നല്ലോണം ലേറ്റായി. ഏകദേശം പുലർച്ചയോടെ അടുത്തപ്പോഴാണ് എത്തിയത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.